ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മീ ബഗേസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുരുവായൂർ അമ്പലനട എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോ ഇട്ടടക്കാം. ഡയറക്ടർ വിപിൻ ദാസ്, പ്രൊഡ്യൂസർ ദീപു പ്രദീപ് ആൻഡ് നമ്മുടെ JJK എഴുതിയ ആളാണ്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി നോക്കുമ്പോൾ നീരജ് രവി. ഫസ്റ്റ് തന്നെ പറയുന്നത് കിഡിലൻ എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ച് ഒരുപാട് എൻജോയ് ചെയ്ത് ഈ മൂവി കണ്ട്. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയ ഒരു കിഡിലൻ സിനിമയാണ്. കണ്ണും പൊട്ടിപ്പോയി നിങ്ങൾക്ക് കാണാം. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞു വരുന്നത്. ഈ മൂവി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരുള്ള ഒരു തമ്മിലുള്ളൊരു ബന്ധമാണ്. അത് മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട്. നമ്മുടെ രോമാഞ്ചത്തിൽ തന്നെ രണ്ടുപേര് വരുന്നുണ്ട്. അവരൊക്കെ കലക്കിയിട്ടുണ്ട്. ഒരുപാട് ആ വശത്തൊക്കെ വരുമ്പോൾ ഒരുപാട് ചിരിക്കാനുണ്ടെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫൊക്കെ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് പോയി. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ആക്ടിങ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മാതിരി ആക്ടിങ് ആയിരുന്നു. മിക്ക സിനിമയിലുള്ളവർക്ക് നല്ല ആക്ടിങ് ആയിരുന്നു ഈ മൂവിയിൽ നമ്മുടെ ബേസിൽ ജോസഫ്. പൃഥ്വിരാജിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ആക്ടിങ് എന്നൊക്കെ ഡിഫറെൻ്റ്ലി ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ ആക്ട് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ആ ചിരിയുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. സിനിമയുടെ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു കല്യാണമാണ്. ആ കല്യാണത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നടക്കോ ഇല്ലേ എന്നുള്ള ഒരു ഇതാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ വരുന്നത്. ഇത് കാര്യമാണ് ഈ മൂവി ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അതിൽ ഒരു സംശയം വേണ്ട, കണ്ണും കൂട്ടി പോയി കാണാം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ ആ ക്ലൈമാക്സിലൊക്കെ കുറച്ച് സീൻ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കിട്ടില്ല സിനിമ എന്നാൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിക്കുള്ള ഒരുപാട് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ഇന്നത്തെ വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂവി കണ്ടിട്ടുള്ളതാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. ഡീറ്റെയിൽ റിവ്യൂസും അതേപോലെ തന്നെ മൂവി റിവ്യൂസും അതേപോലെ തന്നെ ടീസർ റിയാക്ഷനും ഒക്കെ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലാണ് കൊടുത്തേക്കാം. കണ്ടിട്ട് മാത്രം പോവുക. വേറെ ഒന്നും പറയില്ല. ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ദിസ് ഈസ് മീ അതുൽ.